എല്ലാവർക്കും നമസ്കാരം. ആദ്യ നവ്യ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയ ഒരു സ്ഥലമായിരുന്നു ചാവക്കാട് എക്വേറിയം മറൈൻ വേൾഡ്. ആക്ച്വലി ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് വിത്ത് അവർ ഫാമിലി. അത്രയും സെറ്റപ്പായിട്ട് തന്നെയാണ് അതിൻ്റെ തീമിങ്ങും അതിൻ്റെ ഫുൾ പ്രസൻറ്റേഷൻ. 3-4 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് കിഡ്സിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ അക്വേറിയം, അത്രയും അധികം വെറൈറ്റീസ് കളക്ഷൻസ് എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ പ്രസൻറ്റേഷൻ ആണെങ്കിലും ഈച്ച് പ്രസൻറ്റേഷൻ യുണീക്കാണ്, ഭയങ്കര രസമാണ്. ബേർഡ്സ് പാർക്ക് ഉണ്ട്, ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ. ഫുൾ ഏരിയ അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്നുണ്ട്. അതിന് ചുറ്റും ഒരു കാട് സെറ്റപ്പാണ്. നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നടന്നു പോകുന്നത് അതുപോലൊരു കാട് ഏരിയ അതാണ്. നല്ല രസമുള്ളൊരു വിസിറ്റായിരുന്നു കേട്ടോ. മക്കളൊക്കെ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയാണ് കേട്ടോ ഈ ട്രിപ്പിന് പോയത്. അപ്പോൾ അമ്മയുണ്ടായിരുന്നു, ഞാനും നവീനും മോളും പിന്നെ സിസ്റ്റർ ഇൻ ലോയും മോനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട്, അതുപോലെ സീനിയർ സിറ്റിസൺഷിപ്പിന്, അതായത് 60 ഏജ് ഗ്രൂപ്പിന് മുകളിലുള്ളവർക്ക് 40% ആണെന്ന് തോന്നുന്നു ഓഫ് ഉണ്ടായിരുന്നു ടിക്കറ്റിന്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് പോകുന്ന വഴിയാണ്. ഇതാണ് എൻട്രൻസ് വരുന്നത്. അവിടെ തന്നെ 2 ആനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ചടിക്കറി ആനപ്പുറത്ത് കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ആനപ്പുറത്തൊക്കെ കയറി. പിന്നെ ഇതായിരുന്നു ഈച്ച് പ്രസൻറ്റേഷൻ. എല്ലായിടത്തും തന്നെ നമ്മൾ നെയിം ബോർഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്പീഷീസിൻ്റെയും പേരും എല്ലാം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി തന്നെ പോവാം. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ വെറൈറ്റി രീതിയിലാണ് കേട്ടോ അതെല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ബ്രിഡ്ജ്, വണ്ടികളുടെയൊക്കെ ഉള്ളിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ബ്രിഡ്ജുണ്ട്, ബ്രിഡ്ജിൻ്റെ അടിയിലും ഗ്ലാസ് ബ്രിഡ്ജാണ്. അതിൻ്റെ അടിയിലൂടെ നമുക്ക് വലിയ ഫിഷുകളൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ട് തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഒരു ബ്രിഡ്ജ്, അത് ചെരുപ്പ് ഊരിട്ടിട്ട് കയറണം എന്ന് പറഞ്ഞവർ. അപ്പോൾ ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഗ്ലാസ്സാണ്. ഗ്ലാസിൻ്റെ അടിയിലൂടെ ഇതുപോലെ വലിയ മീനുകൾ നമുക്ക് മോളിൽ കൂടെ കാണാൻ പറ്റും. എനിവേ എന്തായാലും അത്രയും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഫിഷ് സ്പാ ഏരിയ ആണിത്. ഇതുപോലെ ഒരു വാട്ടർ ബോഡിയുടെ ചുറ്റിനും നമുക്ക് ഇരുന്നുകൊണ്ട് സ്പാ ചെയ്യാം. അതോടൊപ്പം അതിന് ചുറ്റുമായിട്ട് അക്വേറിയംസ് ഇങ്ങനെ ഫിഷസിനെയൊക്കെ അറേഞ്ച് ചെയ്തേക്കാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫിഷ് സ്പാ ഒക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കുറച്ച് നേരം ഒന്ന് സ്റ്റില്ലായിട്ട് കാലിങ്ങനെ വെച്ച് വെയിറ്റ് ചെയ്യണം. അതൊരു ലോങ് ഒരു വാട്ടർ ബോഡി തന്നെ ഉണ്ട് നമുക്ക് ചുറ്റിനിരിക്കാൻ. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഫിഷസ് വന്ന് നമ്മളിങ്ങനെ ഇക്ലിയാക്കിക്കൊണ്ടിരിക്കും. കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ, അനക്കരുത് കാല്. സ്റ്റില്ലായിട്ട് കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെഡിക്യൂർ എഫക്റ്റൊക്കെ കിട്ടി. അപ്പോൾ മോൾക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഒന്ന് മീൻ കൊത്തിയപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് പോകുന്നു. പിന്നെ അടുത്തൊരു ഇതാണ് ആ ഒരു എൻറ്റയർ റൗണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ, കുറേ ലെങ്തിൽ തന്നെ ഉണ്ട് ആ ഒരു സ്പാ ഏരിയ. അതിനും ചുറ്റിനുമായിട്ടും ഇതുപോലെ ഫിഷസിനെ അറേഞ്ച് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക്, ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് അടുത്തൊരു ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ എല്ലാ സൈനേജ് ബോർഡ്സും എല്ലാം വെച്ചിട്ടുണ്ട്. ഫിഷസിൻ്റെ പിക്ചർ അടക്കം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനും അതെന്താണെന്ന് വായിച്ചെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ ഭയങ്കര രസമായിട്ടുള്ളൊരു തീമിംഗ് ആണ്.
ഇത് കണ്ട ഉടനെ മോള് ചോദിക്കുകയാണ് അമ്മ ഇത് ചപ്പാത്തിയാണോ? അത് ചപ്പാത്തിക്ക് വാലെന്ന് പറയായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിട്ടോ മോളുടെ ആ കണ്ടുപിടുത്തം. എന്തായാലും ഓരോന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഫെൻസിങ്ങും അതിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതൊക്കെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിരുന്നു എല്ലാം കൊണ്ടും. അതിൻ്റെ തീമിങ് ആയാലും സേഫ്റ്റിയുടെ കാര്യങ്ങളായാലും പിന്നെ ഡാൻസ് നമുക്ക് എവിടെ പോയാലും മുഖ്യമാണല്ലോ. അപ്പം കുറച്ച് ഡാൻസും ഫോട്ടോ എടുക്കലും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അകത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഈവനിങ് ടൈമായിരുന്നു. ഒരുപാട് കുട്ടികൾ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ആ ഒരു കാലമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഓർത്ത് പോയിട്ട് ഒത്തിരി കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഈവനിങ് സ്നാക്കും ചായയൊക്കെ കഴിച്ചിട്ട് വീണ്ടും പുറത്ത് കുറച്ചും കൂടെ നടക്കാൻ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അതിലിങ്ങനെ നടക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഫിഷ് ഫീഡ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ അതിൻ്റെ തീറ്റ വെച്ച് തരും. അപ്പോൾ നമുക്കത് ഫിഷസിന് ഇട്ട് കൊടുക്കാം. മോളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മോൾക്ക് കുറച്ച് പേടി വന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആഫ്റ്റർ ആൻഡ് ബിഫോർ കൈ വാഷ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് തീറ്റ തരുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തു നോക്കി. എനിക്ക് ആദ്യം കൈയിടാൻ ഭയങ്കര പേടിയായിരുന്നു. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൂടി വരും. അത് കഴിഞ്ഞ് നമ്മൾ ഈസി ആയിട്ട് കൊടുത്തിട്ടൊക്കെ പോന്നു. നേരെ മോളോടെ കിടന്ന് വിളിച്ചു പോവായിരുന്നു, അമ്മേനെ കടിക്കും, പോവാന്ന് പറഞ്ഞിട്ട്. എന്തായാലും അതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒക്കെ കൊടുത്തു. എപ്പോൾ എവിടെ കണ്ടാലും വിട്ട് കളയാതെ വാങ്ങുന്ന ഒരു ഐറ്റമാണല്ലോ നമ്മുടെ ഉപ്പിലിട്ടത്. അതിപ്പോൾ എത്ര വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ചായ കഴിച്ചതിൻ്റെ പുറകെയാണെങ്കിലും ഈ ഉപ്പിലിട്ടത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലൂടെ കുറച്ച് നടന്നു. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കുട്ടികളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പ്ലേ ഏരിയ. പിന്നെ അവരെ ഇത്ര നേരം അവർ നല്ല കുട്ടികളായിട്ട് നമ്മുടെ കൂടെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടതാണല്ലോ. അപ്പോൾ അവരെ കുറച്ച് നേരം അഴിച്ചു വിടാനായിട്ട് നമ്മളത് ആ പ്ലേ ഏരിയയിലേക്ക് പോയി. അവിടെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് കേട്ടോ. ഈ മറൈൻ വേൾഡിൻ്റെ തന്നെ അകത്ത് തന്നെയാണ്, പക്ഷേ അതിന് വേറെ പേയ്മെൻറ്റാണ്. ഫുള്ള് വർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഇൻഫ്ലേറ്ററിൻ്റെ വർക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. 1-2 ഐറ്റംസൊക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അവരെ അങ്ങ് അഴിച്ചു വിട്ടു. 30 മിനിറ്റ്സോ 1 hour അങ്ങനെ എന്തോ ആയിരുന്നു പേയ്മെൻറ്റ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും അത്രയും ടൈം അവരെ അവിടെ അങ്ങ് ഫ്രീ ആക്കി വിട്ടു. കുട്ടികളും ശരിക്കും എൻജോയ് ചെയ്തു.
ചുറ്റും ഒരു കാടിൻ്റെ ആംബിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നടക്കാനും, നമുക്ക് കാറ് പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുറച്ച് നടന്നു പോയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.